ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇത് വിജയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗുഡ് മോർണിംഗ് ഒന്നല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി, പക്ഷെ ഗുഡ് മോർണിംഗ് പോലെ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിച്ചുട്ടാ. ഒന്നുമില്ല, ഇവിടെ ഡൽഹിയിൽ ഭയങ്കര മഴ 2 ദിവസം. ഇന്ന് മാത്രം കേട്ടോ, ഇന്നലെ കുറച്ച് പെയ്തിട്ട് പോയി, പക്ഷേ ഇന്ന് ഇത്തിരി കൂടുതൽ മഴ പെയ്തു. ഈ ആകാശം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ പകലാന്ന്? പക്ഷേ ഇത് ഒരു ആഫ്റ്റർനൂൺ ആട്ടോ. ഇത് അറൗണ്ട് ഒരു 3 മണി 4 മണിയുടെ സിറ്റുവേഷനാണ്. ഒരു മുന്നാർ വൈബായിട്ട് നിൽക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടുമ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന ഒരു വൈബാണ് കേട്ടോ. ഇവിടെ അറിഞ്ഞൂടെ എക്സ്ട്രീം ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഒന്നെങ്കിൽ സമ്മർ ആണെങ്കിൽ എക്സ്ട്രീം സമ്മർ, വിൻ്റർ ആണെങ്കിൽ എക്സ്ട്രീം വിൻ്റർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മുന്നാർ വൈബ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കിട്ടണ ചാൻസിൽ മടി പിടിച്ചിരിക്കാണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് കിടന്നുറങ്ങാം, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഏറ്റവും മടി പിടിച്ച ഒരു പണിയാണ് എൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്യുക, തുണികളുടെ കബേർഡ് സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ എന്നും. പക്ഷെ എന്നാലും ഞാൻ എന്നും ജിമ്മിൽ പോണ കാരണം ഒരു തുണി എടുക്കുമ്പോൾ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നോക്കി വരുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നും ഇതിടില്ല, പിന്നെ അതിൻ്റെ പാൻറ് ഇടുമ്പോൾ എനിക്ക് തോന്നും ഇത് മാച്ച് ചെയ്യുന്നില്ല, അപ്പോൾ വേറെ ഇടാം. അപ്പോൾ അങ്ങനെ മിക്സ് മാച്ച് ചെയ്യണതിൻ്റെ കാരണം മുഴുവൻ ഞാൻ എൻ്റെ കബേർഡ് വലിച്ചിടും. എന്നും ജിമ്മിൽ പോകുന്ന കാരണം എന്നും എനിക്ക് കബേർഡിൽ നിന്ന് ഓരോ എടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ കബേർഡ്. ഇതൊക്കെ കാണുന്നതൊക്കെ മുഴുവൻ എൻ്റെ ജിം ഡ്രസ്സാട്ടോ. ഒരു സൈഡിൽ മുഴുവൻ ടീഷർട്ട്സും മറ്റേ സൈഡിൽ പാൻറ്റുമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ആവശ്യമില്ലാത്ത ഹാങ്ങേഴ്സ് ഇതിൽ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തുണി ഇങ്ങനെ ജിമ്മിലേക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ട് ആ ഹാങ്ങർ അതേപോലെ തന്നെ അതേ കബേർഡിൽ ഇങ്ങനെ തൂക്കി നല്ല ഭംഗിയിൽ വെക്കിട്ടോ. തുണി തൂക്കിയിട്ടില്ലെങ്കിലും ഹാങ്ങർ നല്ല ഭംഗിയിൽ ഇങ്ങനെ തൂക്കിയിടും, ഒന്നും ഹാങ്ങറിൽ തുണി ഇല്ലാണ്ട്. ഓക്കെ, ആ ഡ്രസ്സ് അപ്പോൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഒന്നുകൂടി കിടക്കേണ്ട, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ എല്ലാ ഹാങ്ങേഴ്സും പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ലൂസായി കിടക്കുന്ന തുണികളൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പാൻറ്റ് കിട്ടി. ഇതൊരു കാഷ്വൽ പാൻറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. ആ പാൻറ്റ് ഞാൻ ഒഫീഷ്യലും കാഷ്വലും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല ഭംഗിയുള്ള പാൻറ്റ് കേട്ടോ, ബ്ലാക്ക്. അത് ജിം പാൻറ്റല്ല. പക്ഷേ എനിക്കിപ്പോൾ 2-3 കബേർഡ് ഇല്ല. ഒരു കബേർഡ് രണ്ടാൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മറ്റത് അപ്പുറത്തെ സൈഡ് ഹസ്ബൻഡിനും ഇപ്പുറത്തെ സൈഡ് എൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തുണികൾ. അപ്പോൾ ഈ സൈഡിൽ കിടക്കുന്നതൊക്കെ ഇപ്പോൾ ഞാൻ കൈ വെച്ച സ്ഥലം, ആ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് മുഴുവൻ എൻ്റെ പാൻറ്റോളാട്ടോ. ഈ ഭാഗത്തുനിന്ന് ഈ ബ്ലൂ കളർ സാരി കാണില്ലേ, ആ കാണുന്ന സ്ഥലത്തുനിന്ന് ഇപ്പുറത്തേക്ക് മുഴുവൻ എൻ്റെ ടീഷർട്ടും. ഓക്കെ, അപ്പോൾ സമയം ഞാൻ എത്ര മണിയാണ് പറഞ്ഞത്? 3:30. അപ്പം നമുക്ക് വേഗം തുടങ്ങാൻ പണി, അല്ലെങ്കിൽ ഇത് എടുക്കും. ഇന്നും ഫുൾ ടൈം എടുക്കും കേട്ടോ. എനിക്ക് തുണി ഇങ്ങനെ മടക്കി വെച്ച് ഒതുക്കി കബേർഡിലൊക്കെ വെക്കുക ഇഷ്ടമല്ല, ഇടാൻ ഇഷ്ടമാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ മാക്സിമം എൻ്റെ കബേർഡൊക്കെ നന്നായി വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. ആദ്യം നമുക്ക് ലൂസായി വല്ല ഹാങ്ങേഴ്സ്, വെറുതെ ഡ്രസ്സൊന്നും ഇല്ലാത്ത ലൂസ് ഹാങ്ങേഴ്സ് വല്ലതും കിടക്കുമ്പോൾ തന്നെ ഞാൻ ഈ ചെക്ക് ചെയ്യണത്. ഒന്ന് റഫായിട്ട് ഞാനൊന്ന് ഡിവൈഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് മുഴുവൻ പാൻറ്റും അപ്പുറത്ത് മുഴുവൻ ടോപ്പും, അങ്ങനെ റഫായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഹാങ്ങേഴ്സും കുറേ ലൂസ് ഡ്രസ്സുകളും താഴെ കിടക്കുന്നതൊക്കെ എടുത്ത് ഞാൻ ടേബിളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഇത്ര അധികം ഹാങ്ങേഴ്സ് അങ്ങനെ ലൂസായി കിടക്കുന്നു. കുറച്ച് ജിം ഡ്രസ്സും ഉണ്ട്, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ടി ഡ്രസ്സും പുറത്തേക്ക് പോകുന്ന ഡ്രസ്സുകളും ഒക്കെ മാറ്റി വയ്ക്കട്ടെ. കുട്ടി കബേർഡ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ സാരി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പാർട്ടീഷൻ കൊടുക്കാം. സാരിയുടെ ഇപ്പുറത്തെ സൈഡ് ജിം വെയർ, സാരിയുടെ അപ്പുറത്തെ സൈഡ് നമ്മുടെ കാഷ്വൽ വെയർ, പാർട്ടി വെയർസും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജിം ഡ്രസ്സ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ജിം ഡ്രസ്സ് എൻ്റെ കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം കേട്ടോ, ജിം ലവേഴ്സ് ഉണ്ടെങ്കിൽ. ഇത് ഞാൻ കുറേ കാലമായിട്ട് കുറേശ്ശെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ കബേർഡിൽ 90% ജിം ഡ്രസ്സാണ്. ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയാലും, മാർക്കറ്റിൽ പോയാലും, ഷോപ്പിങ്ങിന് പോയാലും, പിക്നിക്കിന് പോയാലും, എവിടെ പോയാലും ഇപ്പോൾ ഞാൻ ജിം ഡ്രസ്സ് ആയിട്ടുള്ളത് എനിക്ക് വെരി കംഫർട്ടബിൾ ഡ്രസ്സായി മാറി. ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഡ്രൈവിംഗ് ആയാലും ഇപ്പോൾ എന്ത് ചെയ്യാനും പൊതുവെ ഞാൻ ഇത്ര ജിം പ്രാന്തിനാക്കി വീട്ടിൽ വരെ എനിക്ക് തക്കം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ജിം വെയറും ഷൂസ് ഇട്ട് നടക്കാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായ ഡ്രസ്സാണ്. അത് കാരണം അത് കുറേ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിം ലവേഴ്സ് ആണെങ്കിൽ ഞാൻ കുറച്ച് നല്ല ഡ്യൂറബിളായ നല്ല ക്വാളിറ്റിയുടെ, വില അത്ര ഹൈഫൈ അല്ല. അപ്പോൾ ഞാൻ ബ്രാൻഡഡ് അല്ല പറയണത്, ആക്ച്വലി ഒരു മീഡിയം റേഞ്ചിൽ നല്ല ഡ്യൂറബിളായ ജിം വെയർസിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ ബ്രാൻഡഡ് വേണമെങ്കിൽ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തരാം. പക്ഷേ ഞാൻ ബ്രാൻഡഡ് അധികം എൻ്റെ കയ്യിൽ 1-2 ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ അതും ബോൾഡ് ഫിറ്റിൻ്റെയാണ് ഞാൻ മേടിക്കാറ്. ബോൾഡ് ഫിറ്റ് പൊതുവേ ജിമ്മിൻ്റെ നമ്മുടെ ഗ്ലൗസും ബെൽറ്റ്, ജിം ബോട്ടിൽ അതൊക്കെയാണ്. പക്ഷേ ബോൾഡ് ഫിറ്റിൻ്റെ ടീഷർട്ട്സും ഉണ്ട് കേട്ടോ, അത് നല്ല ബെസ്റ്റാണ്. ഞാൻ ബോൾഡ് ഫിറ്റിൻ്റെ ടീഷർട്ട്സാണ് മേടിക്കാറ്, അങ്ങനെ ബ്രാൻഡഡ് ടീഷർട്ട്സ് മേടിക്കാറില്ല. ആക്ച്വലി എനിക്കൊരു വട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയണം. എനിക്ക് ജിമ്മിൽ മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ ഡെയിലി ഡിഫറെൻറ്റ് ഡ്രസ്സ്
മാറ്റി മിക്സ് ആൻഡ് മാച്ചാക്കി മിക്സ് ആൻഡ് മാച്ചായിട്ട് എനിക്ക് ജിമ്മിൽ പോയാൽ ഒരു എനർജറ്റിക് ഫീൽ ആവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാട്ടൊക്കെ ഡെയിലി അങ്ങോട്ട് ജിമ്മിൽ ഡ്രസ്സ് മാറിയിട്ടേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോക്കസായി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഇപ്പം മൈൻഡിൽ ഡിറ്റർമിനേഷനൊക്കെ ഉണ്ട്, എന്നും നല്ല എനർജി ലെവൽ റെഡി ടു ഗോ ആണെങ്കിൽ അവർക്ക് ഈ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ എനിക്ക് ചില ദിവസങ്ങളിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ കാണിക്കുന്ന സാധനം നിങ്ങൾ നോക്ക്. എൻ്റെ വീട്ടിൽ ഒരു വൈറ്റ് പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് കേട്ടോ. അവനുള്ള കാരണം വീട്ടിൽ ഒരൊറ്റ തുണി നമുക്ക് അവൻ്റെ രോമത്തിൻ്റെ സ്റ്റാമ്പില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സ്പെഷ്യലി കറുത്ത ഡ്രസ്സാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും, പൂച്ചയെ വളർത്തുന്നുണ്ടോ, പട്ടിയെ വളർത്തുന്നുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ആ മുടി ഒന്ന് മാറ്റി കൂടെ ടീഷർട്ടിൻ്റെ മേളിൽ നിന്ന്. പക്ഷെ നമ്മളൊരു മൃഗത്തിനെ വീട്ടിൽ നമ്മളിങ്ങനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അതിനെ വളർത്തുമ്പോൾ നമുക്ക് അത്ര അത് വൃത്തികേടായിട്ട് തോന്നില്ല. പിന്നെ എൻ്റെ പൂച്ചക്കുട്ടിയാണെങ്കിൽ അവന് 3 വയസ്സായിട്ടാണ്. അവനൊരു പേർഷ്യൻ ക്യാറ്റാണ്, ഒരു സ്കൈ ബ്ലൂ ഐസാണ് അവന്. അപ്പോൾ അവനിപ്പോൾ ഷെഡിങ് ടൈമാണ്. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമ്മറിലേക്ക് വരില്ലേ. അപ്പോൾ ഈ ഡ്യൂറിങ് ദിസ് സീസൺ ചേഞ്ചിൽ അവന് ഷെഡിങ് തുടങ്ങും. അപ്പോൾ ആ ഷെഡിങ് ടൈമിൽ പറയണ്ട, അവനെ കൊഞ്ചിക്കാൻ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവൻ നമ്മുടെ മേളിൽ വന്ന് ഇരുന്നാലോ അല്ലെങ്കിൽ സോഫയിലായാലും നമുക്ക് അവൻ മേത്ത് കയറിയാലൊക്കെ മുടി പിടിക്കട്ടെ, എസ്പെഷ്യലി ബ്ലാക്ക്. അപ്പോൾ അതിന് പറ്റിയ ടൂളാണ് ഈ സാധനം. ഞാൻ പലതരം ടൂള് മേടിച്ച് നോക്കി. ഇതിൻ്റെ കുട്ടി സൈസും വേറെ കമ്പനിയുടെ ഒക്കെ എനിക്ക് അത്ര ഇഷ്ടമായൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനിങ്ങനെ ബാക്കിൽ ഇതൊക്കെ ഉണ്ട്, ഒന്ന് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ലെങ്ത്തും ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിന് നല്ലോണം സ്റ്റിക്കായി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ക്ലീനപ്പാക്കി ഇങ്ങനത്തെ ബ്ലാക്ക് ഡ്രസ്സിൽ പെട്ടെന്ന് കാണും. അതും ജിമ്മിലാണെങ്കിൽ ഫുള്ള് ലൈറ്റില്ല, അവർക്കാണെങ്കിൽ പെട്ടെന്ന് കാണും ചെയ്യും. പക്ഷെ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പൂച്ച. ഞാൻ എൻ്റെ മോനെ പോലെ തന്നെയാണ് അവൻ. അപ്പോൾ അത് കാരണം എനിക്ക് ആര് പറഞ്ഞാലും അവർ മൈൻഡ് ആക്കാറില്ല. നമ്മളിപ്പോൾ അവർ എല്ലാവരുടെയും കേട്ടിട്ടല്ലല്ലോ നടക്കണം. അപ്പോൾ നമ്മുടെ സന്തോഷം എന്തിലുണ്ട് അതുപോലെ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട്, അപ്പോൾ ഇതെല്ലാം കളക്ട് ഇപ്പോൾ ടോപ്പുകളൊക്കെ ഞാൻ ഒരുവിധം കളക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ടോപ്പിൻ്റെ സൈഡിലേക്ക് ഇടുന്നു കേട്ടോ. ആ റെഡ് ഹാങ്ങർ കാണില്ലേ, അതിൻ്റെ അപ്പുറത്ത് മുഴുവൻ നമ്മുടെ ജിം പാൻറ്റോളും. ഇപ്പോൾ ടോപ്പുകൾ ഞാൻ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അതെന്താ പറഞ്ഞ് നിർത്തിയിട്ടെല്ലാം മറന്നു. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അധികം കോസ്റ്റ്ലി ഡ്രസ്സസോളൊന്നും എടുക്കാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 300 രൂപയുടെ 350 അല്ലെങ്കിൽ 400, 500 ആ റേഞ്ചിലുള്ള ടോപ്സ് എടുക്കുള്ളൂ. അത് ഓരോ മോട്ടിവേഷൻ. ഇപ്പോൾ ഞാനൊരു സെറ്റ് കൂടുതൽ ചെയ്തു ഈ വീക്കിൽ, ഒരു ചെസ്റ്റ് പ്രസ് കൂടുതൽ ഞാൻ വെയിറ്റ് കൊണ്ട് ചെയ്തു, PR പുതിയതെടുത്തു, അല്ലെങ്കിൽ ഒരു ഡെഡ് ലിഫ്റ്റിൽ പുതിയ PR എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു 10 ഒരെണ്ണം ഗിഫ്റ്റ് ചെയ്യും. വിജി വെരി ഗുഡ്, ഷബാഷ്, നീ 80 kg ഡെഡ് ലിഫ്റ്റ് എടുത്തു, വെരി വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ Amazon ഒരു പുതിയ ഡ്രസ്സ്, ഒരു പുതിയ ജിം ടോപ്പ് മോട്ടിവേറ്റ് ചെയ്യാൻ സെൽഫ് ഗിഫ്റ്റ് ചെയ്യൂടെ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ സ്നേഹിക്കണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും വേണം. നമ്മളെ സ്നേഹിച്ചാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്താലും നമ്മളെ തന്നെ കെയർ ചെയ്താലും മാത്രം നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഥാപ്രസംഗം നിർത്തിയിട്ട് ഞാൻ ബാക്ക് ടു വർക്കായിട്ടാണ്. അപ്പോൾ ഞാൻ പാൻറ്റിൻ്റെ സെഷനാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എടുത്ത പാൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യൽ പാൻറ്റും കാഷ്വൽ പാൻറ്റാണ്. ഇതൊരു ജിം വെയർ അല്ല. ചില ദിവസം ട്രെഡ്മിൽ മാത്രം ചെയ്യാനോ അല്ലെങ്കിൽ കാർഡിയോ മാത്രം ചെയ്യാൻ മാത്രം പോവുകയാണെങ്കിൽ, തീരെ ടൈമില്ലാത്ത സമയത്ത്, അപ്പോൾ മാത്രം ഞാൻ വല്ലപ്പോഴും ഒരു സ്റ്റൈലിന് ഈ കാർഡിയോ ചെയ്യാൻ പോകുമ്പോൾ ഈ കാഷ്വൽ പാൻറ്റും ഒരു സ്ലീവ്ലെസ് ടാങ്ക് ടോപ്പ് ഇട്ടിട്ട് പോകും. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ജിം വെയറിൻ്റെ പാൻസിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കട്ടെ കേട്ടോ. എല്ലാ ബ്ലാക്ക് പാൻറ്റും നല്ലോണം വൃത്തിയാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കറിയാം. ഇത് വേറൊരു ഗ്രേ സ്ട്രൈപ്പുള്ളത്, ഇത് വെരി നല്ല സുഖമുള്ള പാൻറ്റ് കേട്ടോ. ലൂസ് പാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എനിക്ക് യോഗ പാൻസും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് പൊതുവെ ജിമ്മിൽ ടൈറ്റ് ടോപ്പും ലൂസ് പാൻസിന് കൂടുതൽ എനിക്ക് പ്രിഫർ ചെയ്യണേ. നമ്മൾ സ്ക്വാറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ വെരി കംഫർട്ടബിളാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഹിപ്പ് ഏരിയയിലും ലൂസ് ഏരിയയിലും ഒരു ടൈറ്റ്നെസ്സും ഫീൽ ചെയ്യില്ല, പിന്നെ വൾഗാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എന്നാലും യോഗ പാൻസും ഇടും, ഇതും ഇടും കേട്ടോ, രണ്ടും ഇടും. പക്ഷെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലൂസ് പാൻസും പിന്നെ ടോപ്പ് നല്ല പ്രോപ്പർ ഫിറ്റിൻ്റെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ടോപ്പാണ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ ജിം വെയറിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ പലരും ജിമ്മ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കണം. ജിമ്മ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. ജിമ്മിൽ പോയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിലും നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതുള്ളൂ. ഇത് എവിടെ എഴുതി വെച്ചിട്ടില്ല ഇത് ജിമ്മിലേക്ക് എന്ന് മാത്രം. നിങ്ങൾ വീട്ടിലാകുമ്പോഴും അത് ഈ ഡ്രസ്സൊക്കെ നമുക്ക് വീട്ടിലിടാം. ഞാൻ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലോത്ത്സ് നമ്മുടെ എനർജിയെ നല്ലോണം
എഫക്റ്റ് ചെയ്യും കേട്ടോ. നമ്മളൊരു എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ക്ലോത്ത്സ് നല്ലോണം എൻ്റെ എനർജി ലെവലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു സാരി എടുത്ത് ഞാൻ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പണിയും നടക്കില്ല. ഇത് ഭയങ്കര കോൺഷ്യസ് ആവും. സാരി അവിടെ ലൂസ് ആവുണ്ടോ ഇവിടെ ലൂസ് ആവുണ്ടോ, എനിക്ക് എന്തോ ഒരു കല്യാണത്തിന് പോണ പോലെയും അല്ലെങ്കിൽ എന്തോ അമ്പലത്തിൽ പോണ പോലെ അങ്ങനത്തെ എന്തോ ഒരു സ്പെഷ്യൽ ഡേ എന്നുള്ള പോലെ ഒരു ഫീലാണ്. മേ ബി ഞാൻ സാരീനെ ഒരു സ്പെഷ്യൽ ലെവലിലാണ് വെച്ചേക്കുന്ന മൈൻഡിൽ. അത് കാരണം സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഒക്കേഷനിൽ എടുക്കുന്ന ഒരു സാധനം അങ്ങനെ മൈൻഡ് സെറ്റ് ആയ കാരണമായിരിക്കും എനിക്കങ്ങനെ ഇടാൻ ഈ കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മാക്സി ഇട്ട് വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ലേസിയാണ്. ആര് വന്നാലും ബെല്ലടിച്ചാൽ ഉടനെ ഓടിപ്പോയിട്ട് മാറണം. അതേപോലെ ഏത് നേരം ബെഡിലിരിക്കുക. പിന്നെ മാക്സി ആകുമ്പോൾ നമുക്ക് തലമുടി അത് എങ്ങനെ വേണമെങ്കിലും കൊണ്ടകെട്ടി ഇങ്ങനെ വെക്കുക എന്നുള്ളൊരു രീതിയിലാവും. പക്ഷേ അതേപോലെ ഇപ്പോൾ ഞാനൊരു ലോങ് ഫ്രോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഒരു ഗേളി ഫീലിംഗ് ആണ് അന്നത്തെ ദിവസം. അപ്പോൾ എനിക്ക് ഗേളി വൈബാണ്. വെരി ഹാപ്പി. നന്നായിട്ട് നമുക്ക് ഗാർഡനിങ് ചെയ്യാനും പിന്നെ അതേപോലെ വീട് വൃത്തിയാക്കാനും പിന്നെ അവനവനെ സെൽഫ് കെയർ ചെയ്യാനും നല്ല കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഫീൽ ചെയ്യും ഗേളി ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. മാക്സി ഡ്രസ്സൊക്കെ അതിൽ പെടും കേട്ടോ. അങ്ങനെ ലോങ് മാക്സി അല്ല, ഫുൾ മാക്സി ടൈപ്പ് അല്ല, ഒരു ആങ്കിൾ ലെങ്ത്ത് നിന്ന് കുറച്ചും ഹാഫ് ലെങ്ത്ത് എന്ന് പറയാം. ആ ലെങ്ത്തിലൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഗേളി ഫീൽ തരും. അതേപോലെ ഈ കണ്ടില്ലേ, ഈ കബേർഡിൽ നമുക്ക് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ ഫുള്ള് ജിമ്മത്തിയായി മാറി. മുഴുവൻ കബേർഡ് മറിച്ചു, ജിമ്മിൻ്റെ ക്ലോത്ത്സ് കൊണ്ട് മറിച്ചു. അത് ഈ 2 പാർട്ടി വെയറാണ്. ഇതും പോയി സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് ബർത്ത്ഡേയിൽ ഞാൻ എടുത്ത ഒരു അടിപൊളി ആമസോൺ ഷർട്ട് കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടമായി. ഇതിൻ്റെ ഞാൻ റീലുണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആ റീൽ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ടി വെയർ ഷർട്ട് ഈ യെല്ലോ ഡ്രസ്സിൻ്റെ കാര്യം പറയണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഒക്കെ അതേ ആമസോൺ റീലുണ്ട്. ആമസോണിൽ ഞാനിപ്പോൾ ഇതിന് ഈ പാർട്ടി ഡ്രസ്സിന് നല്ലൊരു റീലുണ്ടാക്കിയിട്ട് അതിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അതിൽ ആമസോൺ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്. അപ്പോൾ ഞാൻ ജിം ഡ്രസ്സ് വീട്ടിലിടുമ്പോഴാണ് എനർജി അങ്ങോട്ട് ടോപ്പ് ലെവലിലേക്ക് അങ്ങോട്ട് പോകും. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയെടുത്ത് എനിക്ക് മറക്കാമെന്നുള്ള പോലെയാണ്. ലോകത്തിൽ എന്ത് വന്നാലും ഞാനത് ഫേസ് ചെയ്യും. എന്ത് ഡിഫിക്കൽട്ടി വന്നാലും എനിക്ക് ഫേസ് ചെയ്യാം. എനിക്ക് അൺകണ്ടീഷണൽ കോൺഫിഡൻസ് തരുന്ന ഒരു ധൈര്യം. ഇപ്പോൾ ഓരോരുത്തർക്ക് ധൈര്യം ഓരോ രീതിയിലായിട്ടാണ്. ചിലർക്ക് ബാങ്കിൽ കുറേ കാശുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെ നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ജിം വെയർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എവിടുന്നോ കോൺഫിഡൻസ് കിട്ടും. എല്ലാ സുഖങ്ങളും മാറും. അതേപോലെ എന്ത് വന്നാലും ലൈഫിൽ എനിക്ക് നേരിടാനുള്ള ഒരു കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. അങ്ങനെ പെട്ടെന്ന് ഇമോഷണലി ഞാൻ ഡള്ളാവില്ല. അപ്പോൾ അത് അത്രമാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം ജിമ്മ് എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഈ ഗ്ലൂക്കോൺ-ഡിയും കുടിക്കുന്നുണ്ട്. സമയം നോക്കിയപ്പോൾ ഈവനിങ് ആയി തുടങ്ങി. പെട്ടെന്ന് ഇനി ബാക്കിയുള്ള കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. പുറത്തിപ്പോൾ ഇരുട്ടായിട്ടില്ല, എന്നാലും ഇരുട്ട് ആവാനുള്ള പോലെ വെതറായിട്ടുണ്ട്. ഇത് ഇത്ര സെറ്റിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അത്ര സെറ്റിങ്ങൊക്കെ അയക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഒരു 10 ഡ്രസ്സ് കൂടി ഉണ്ടാവും. 10 ടോപ്പും ഒരു 5 പാൻറ്റൊക്കെ ഉണ്ടാവും. ആ നടുവിൽ കണ്ണേരിയില്ലേ, അതുകൂടി ഒന്ന് ഫില്ലാവും. അത്രയേ ഉള്ളൂ. പിന്നെ താഴെ പിന്നെ ഞാൻ വേറൊരു ദിവസമാവാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അപ്പോൾ ആ തട്ടിമുട്ടി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയൊക്കെ റെസ്റ്റ് എടുത്തു. കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം വിളക്കുളത്തിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള തുണികൾ ചെയ്യാനായിട്ട് മുമ്പ് ഞാൻ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഗാർഡൻ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ രാത്രി ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള കൊതുമുഴുവൻ ഒക്കെ ഉള്ളിൽ കയറും. അധികം എൻ്റെ എല്ലാ ചെടിയും പോയില്ല. ആക്ച്വലി നല്ലോണം ചെടി ഉണ്ടായിരുന്ന വീടായിരുന്നു. ഇപ്പോൾ എൻ്റെ മോളുടെ ഈ 12ൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് പേപ്പർ കൂടി ഇനി ഉണ്ട്, 27th ബയോളജി. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഗാർഡനൊക്കെ നല്ലോണം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലോണം ചെടികളുണ്ടായിരുന്നു. നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം എനിക്ക് ഭയങ്കര ഷൈനിങ്. ഞാൻ ചെടികളൊക്കെ നല്ലോണം വളർത്തി നല്ലോണം പടർത്തിയിട്ട് ഞാൻ അതിൻ്റെയൊക്കെ റീൽസ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പടർത്തിയിട്ട് കണ്ടില്ലേ, അത് ഇപ്പോൾ ചൂട് കഴിഞ്ഞില്ലേ, അപ്പോൾ അതിലിത്തിരി പോയി. പിന്നെ അതെല്ലാം ഇക്കൊല്ലത്തിൽ ഈ ഒരു 2-3 മാസം ഭയങ്കര ബിഗായിരുന്നു. മോൾക്ക് 3 ഫ്രീ ബോർഡും അത് കഴിഞ്ഞിട്ട് ബോർഡും എല്ലാം കൂടിയപ്പോൾ എനിക്ക് അത്ര നോക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഞാനൊന്ന് കൂടിയും ടച്ച് നന്നാക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ബാൽക്കണി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാൽക്കണി എന്നുള്ള ലുക്ക്. ഇന്നത്തെ വെതർ നോക്കും, നല്ല സൂപ്പർ മുന്നാർ ലുക്കല്ലേ. ഇത് കാണുന്നത് മുരിങ്ങക്കായുടെ പുതിയൊരു ചെടി നട്ടൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് മുരിങ്ങക്കായാണ്. ഇത് പാലയാ തോന്നുന്നുണ്ട്. ഇത് മണം സെപ്റ്റംബറിൽ ഇത് പൂക്കുമ്പോഴുണ്ടാവും. എനിക്ക് ഇഷ്ടമാണ് പാലയുടെ പൂവിൻ്റെ മണം. ഇതൊക്കെ പറയും രക്ഷിക്കുക ഇഷ്ടമെന്ന്. പിന്നെ ഇത് നമ്മുടെ പീപ്പൽ കാ പേട്, അതെന്താ മലയാളത്തിലൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് പറയാമെന്ന്. പീപ്പൽ കാ പേട് നമ്മൾ താലിയിലൊക്കെ കാണുന്ന ഇലയില്ലേ, അതിൻ്റെ മരം അത്രന്നെ. അപ്പോൾ അതിൻ്റെ മരണം നേരത്തെ കണ്ടത്. ഓക്കെ, ഇത് പിന്നെ ദിവാലിക്കിട്ട ലൈറ്റ്സും ഇത്ര കൂടിയും കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ജിമ്മിൻ്റെ കളക്ഷൻ നല്ല ബ്രൈറ്റ് ആൻഡ് ബ്രൈറ്റ് കളക്ഷനാണ്. എല്ലാ കളറും ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ വേഗം കബോർഡ് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് കാണാം. ഇനി സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ.